നമസ്കാരം. ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സിൻ്റെ അടുത്തൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തെർമോഡൈനാമിക് പ്രോസസ്സിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താണ് അഡിയബാറ്റിക് പ്രോസസ്സ് എന്നാണ് പറയുക. എന്താണ് അഡിയബാറ്റിക് പ്രോസസ്സ്? നമ്മൾ പറഞ്ഞു ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞത് ഒരു തെർമോഡൈനാമിക് സിസ്റ്റത്തിൻ്റെ പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ, ഡെൽറ്റ ക്യൂ, ഹീറ്റ് കണ്ടൻസ്, ഇതിലേതെങ്കിലും ഒരു ഫാക്ടർ ചേഞ്ച് ചെയ്യുമ്പോൾ ആ സിസ്റ്റത്തിൻ്റെ സ്വഭാവം മാറ്റപ്പെടും, ഒരു പ്രോസസ്സ് നടന്നു എന്ന് പറയും. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുക എന്താണ് അഡിയബാറ്റിക് പ്രോസസ്സ്. എന്താണ് അഡിയബാറ്റിക് പ്രോസസ്സ് എന്നതിൻ്റെ ഡെഫിനിഷൻ പോലെ ഞാൻ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. Adiabatic process is a thermodynamic process which occurs without transferring heat or mass between the system and the surrounding. സിസ്റ്റവും സറൗണ്ടിങ്ങും തമ്മിൽ ഒരു ഹീറ്റ് ട്രാൻസ്ഫറും അല്ലെങ്കിൽ ഒരു മാസ് ട്രാൻസ്ഫറും ഇല്ലാത്തൊരവസ്ഥ. ഇങ്ങനെ നടക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ അഡിയബാറ്റിക് പ്രോസസ്സ് എന്ന് പറയുക. അപ്പോൾ എന്താണ് അഡിയബാറ്റിക് പ്രോസസ്സ്? It is a thermodynamic process which occurs between the system and the surrounding. Okay, no heat enters or leaves the system. ഒരു സിസ്റ്റവും സറൗണ്ടിങ്ങും തമ്മിൽ ഒരു ഹീറ്റ് എക്സ്ചേഞ്ചും ഇല്ല എങ്കിൽ അങ്ങനെയുള്ള പ്രോസസ്സിന് നമ്മൾ അഡിയബാറ്റിക് പ്രോസസ്സ് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ എക്സാമ്പിളായിട്ട് സാധാരണ കേസിൽ പറയുക, എ സഡൻ ബേസ്റ്റ് ഓഫ് എ ബലൂൺ ഓർ എ ടയർ. ഒരു ടയർ സഡനായിട്ട് ബേസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ബലൂൺ സഡനായിട്ട് ബേസ്റ്റ് ചെയ്യുക. ഇതെല്ലാം ഒരു അഡിയബാറ്റിക് പ്രോസസ്സിന് എക്സാമ്പിളായിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അഡിയബാറ്റിക് പ്രോസസ്സ് ആകുമ്പോൾ സിസ്റ്റവും സറൗണ്ടിങ്ങും തമ്മിലുള്ള വോള് അതൊരു അഡിയബാറ്റിക് വോളായിരിക്കും. എന്താണ് അഡിയബാറ്റിക് വോള്? ഒരു ഹീറ്റിനെയും കടത്തിവിടാത്ത വോളിനെയാണ് നമ്മൾ അഡിയബാറ്റിക് വോൾ എന്ന് പറയുക. ഓക്കെ, അപ്പോൾ അഡിയബാറ്റിക് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യൂറിങ് അഡിയബാറ്റിക് പ്രോസസ് നോ ഹീറ്റ് എൻറ്റേഴ്സ് ഓർ ലീവ്സ് ദ സിസ്റ്റം. ഓക്കെ, അതായത് പ്രഷറിലെ ചേഞ്ച്, വോളിയം ചേഞ്ച്, ടെമ്പറേച്ചർ ചേഞ്ച്, ബട്ട് ഡെൽറ്റ ക്യൂ എന്ന് പറയുന്ന ഹീറ്റ് കണ്ടന്റ് മാത്രം ഒരു അഡിയബാറ്റിക് പ്രോസസ്സിൽ ചേഞ്ച് ചെയ്യില്ല. ഓക്കെ, ഇതാണ് അഡിയബാറ്റിക് പ്രോസസ്സായിട്ട് നമ്മൾ പറയും. അപ്പം നമ്മൾക്കറിയാം, നമ്മൾ അഡിയബാറ്റിക് പ്രോസസ്സിനെ കുറിച്ച് പറയുമ്പോൾ അക്കോർഡിംഗ് ടു ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇൻ ആൻ അഡിയബാറ്റിക് പ്രോസസ് നമ്മൾ പറഞ്ഞ എന്താണ്? നോ ഹീറ്റ് എൻറ്റേഴ്സ് ഓർ ലീവ്സ് ദ സിസ്റ്റം ആണ്. അപ്പോൾ ഡെൽറ്റ ക്യൂ എന്ന് പറയുന്ന ചേഞ്ച് ഇൻ എനർജി അല്ലെങ്കിൽ എനർജി എന്ന് പറയുന്ന ടേം ഒരിക്കലും ഈ പ്രോസസ്സിൽ മാറ്റപ്പെടില്ല, സീറോ ആയിരിക്കും എന്നർത്ഥം. നോ ഹീറ്റ് എൻറ്റേഴ്സ് ഓർ ലീവ്സ് ദ സിസ്റ്റം. So delta Q is equal to 0 in an adiabatic process. So delta U plus delta W is equal to 0, or delta W is equal to minus delta U ആയിരിക്കും. ഡെൽറ്റ ഡബ്ല്യു എന്ന് പറയുന്നത് വർക്ക് ഡൺ ആണ്. ഈ വർക്ക് ഡണും ഇന്റേണൽ എനർജിയും വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ഇന്റേണൽ എനർജി, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ ഡബ്ല്യു. അതായത് ഒന്നെങ്കിൽ ഇന്റേണൽ എനർജി നെഗറ്റീവ് ആവും, അപ്പോൾ വർക്ക് ഡൺ പോസിറ്റീവ് ആവും, അല്ലെങ്കിൽ വർക്ക് ഡൺ പോസിറ്റീവ് ആവുമ്പോൾ മീൻസ് വർക്ക് ഡൺ നെഗറ്റീവ് ആവും, ഇന്റേണൽ എനർജി പോസിറ്റീവ് ആവും. ഇങ്ങനത്തെ ഒരു കേസാണ് ഫസ്റ്റ് ലോ അനുസരിച്ച് നമ്മുടെ തെർമോഡൈനാമിക് പ്രോസസ്സിലാണ് അഡിയബാറ്റിക് പ്രോസസ്സിൻ്റെ കേസിൽ പറയാം. അതായത് നമ്മുടെ ഇവിടെ ടോട്ടൽ വർക്ക് ഡൺ അഡിയബാറ്റിക് പ്രോസസ്സിൽ ഈ വർക്ക് ഡൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു ദ ഇന്റേണൽ എനർജി ആയിരിക്കും. അതായത് ഒരു ബലൂൺ വീർത്തിങ്ങനെ നിൽക്കുന്ന ബലൂൺ പെട്ടെന്ന് പൊട്ടുമ്പോൾ
ആ ബലൂൺ എങ്ങനെയാണ് പൊട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുറത്തുനിന്നൊരു ഹീറ്റ് അതിനകത്തേക്കും വരുന്നുണ്ടാവില്ല, അകത്തുനിന്നൊരു ഹീറ്റ് പുറത്തേക്കും പോകുന്നുണ്ടാവില്ല. ആ ബലൂണിനകത്തുള്ള ഗ്യാസ് മോളിക്യൂൾസിൻ്റെ പ്രവർത്തനം മൂലം അത് പൊട്ടുകയാണ്. അപ്പോൾ ഗ്യാസ് മോളിക്യൂൾസ് ആണ് അവിടെ ബലൂണിൻ്റെ വോളിനെ പൊട്ടിക്കുന്നത്. എന്ന് വെച്ചാൽ ഗ്യാസ് മോളിക്യൂൾസ് ആണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഗ്യാസ് മോളിക്യൂൾസ് വർക്ക് ചെയ്യുമ്പോൾ ആ ഗ്യാസ് മോളിക്യൂൾസിൻ്റെ കുറേ എനർജി, ഇൻറ്റേർണൽ എനർജി നഷ്ടപ്പെടും. അപ്പോൾ ഗ്യാസ് മോളിക്യൂൾസിൻ്റെ ഇൻറ്റേർണൽ എനർജിക്ക് കുറവ് വരികയും ആ സഡൻ ബേസ്റ്റ് മൂലം ആ ഇൻസൈഡ് ദ ഗ്യാസ് മോളിക്യൂൾസ് കൂളാവുകയും ചെയ്യും. ഇതാണ് ഒരു അഡിയബാറ്റിക് പ്രോസസ്സിൽ സഡൻ ബേസ്റ്റിങ്ങിലും സഡൻ ബേസ്റ്റിംഗ് ഓഫ് ടയേഴ്സിലും അല്ലെങ്കിൽ സഡൻ ബേസ്റ്റിംഗ് ഓഫ് ബലൂൺസിലും ആ ബലൂണിനകത്തുള്ള ഗ്യാസാണ് ആ ബോളിനെ പൊട്ടിച്ച് എക്സ്പാൻഡ് ചെയ്ത് ഒരു വർക്ക് ചെയ്യുക. അപ്പോൾ ആ ബലൂണിനകത്തുള്ള ഗ്യാസ് മോളിക്യൂൾസിൻ്റെ ഇൻറ്റേർണൽ എനർജിയാണ് ആ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇൻറ്റേർണൽ എനർജി കുറയും. എനർജി കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ടെമ്പറേച്ചർ കുറയും. എന്ന് വെച്ചാൽ ആ ഇൻസൈഡ് ദ ബലൂൺ, ഇൻസൈഡ് ദ ടയർ ഗ്യാസ് കൂളാവുകയാണ് ചെയ്യുന്നത്. ഇതൊരു എക്സാമ്പിളാണ് നമ്മുടെ ഈ അഡിയബാറ്റിക് പ്രോസസ്സിൽ. ഇനി നമ്മൾ കുറച്ച് കാര്യങ്ങൾ കൂടി പറയണം. കാരണം നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ഒരു സിലിണ്ടറും ഒരു പിസ്റ്റണുമായിട്ടുള്ള കാര്യങ്ങളാണ്. സിലിണ്ടറിൻ്റെ ഒരു പിസ്റ്റൺ ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ ഈ അഡിയബാറ്റിക് പ്രോസസ്സിൻ്റെ ഒരു പോയിന്റ്, ദാറ്റ് ഈസ് ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ ഡബ്ല്യു എന്നോ അല്ലെങ്കിൽ ഡെൽറ്റ ഡബ്ല്യു ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ യു എന്നോ ഇവിടെ എഴുതി വയ്ക്കുക. എന്നിട്ട് നമ്മൾ നേരെ കഴിഞ്ഞ ഓരോ പ്രോസസ്സിലും എടുത്ത പോലെ ഒരു പിസ്റ്റണും ഒരു സിലിണ്ടറും നമ്മളിവിടെ എടുക്കുകയാണ്. നമ്മൾ അന്ന് കാണിച്ച പോലെ ഒരു സിലിണ്ടർ. സോ ഇതിനകത്ത് നമ്മൾ ഒരു സിലിണ്ടർ നമുക്കറിയാം, ഒരു സിലിണ്ടറിനകത്ത് നമ്മളൊരു ഗ്യാസ് ഫില്ല് ചെയ്യുന്നു. ഇതാണ് സിലിണ്ടറിൻ്റെ പിസ്റ്റൺ, മൂവബിൾ പിസ്റ്റൺ. ഇത് മുകളിലേക്ക് താഴത്തേക്ക് ഇതിനെ മൂവ് ചെയ്യിപ്പിക്കും. ഓക്കെ, ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ സഡൻ ഈ നമ്മുടെ സിലിണ്ടറിൻ്റെ വോള്, സിലിണ്ടറിൻ്റെ വോൾ എപ്പോഴും എന്തായിരിക്കും? പെർഫെക്റ്റ്ലി അഡിയബാറ്റിക് വോൾസ് ആയിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ ഈ പിസ്റ്റൺ നമ്മൾ ഈ സിലിണ്ടറിനകത്തേക്ക് ഇറക്കി അടച്ചു കഴിഞ്ഞാൽ ഒരു ഹീറ്റും ഈ വോളിലൂടെ സിസ്റ്റത്തിൽ നിന്ന് സറൗണ്ടിങ്ങിലേക്ക് പോകത്തില്ല. ഓക്കെ, അതാണ് അഡിയബാറ്റിക് പ്രോസസ്സിൻ്റെ പ്രത്യേകത. അപ്പം ഞാൻ ഇവിടെ നിന്ന് ഈ പിസ്റ്റണിനെ പതുക്കെ അല്ലെങ്കിൽ ഒറ്റയടിക്കിങ്ങനെ താഴത്തേക്ക് അപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇതിനകത്തേക്ക് ഈ ഗ്യാസ് മോളിക്യൂൾസിലേക്ക് ഞാനൊരു വർക്ക് ചെയ്യുന്നു. മറ്റൊരു കേസ്, ഇതിനകത്ത് ഗ്യാസ് ഉണ്ടായി, ആ ഗ്യാസ് ഈ പിസ്റ്റണിനെ മുകളിലേക്ക് ഉയർത്തുന്നു. അപ്പോഴും ഒരു ഹീറ്റ് സിസ്റ്റത്തിൽ നിന്ന് പുറത്തേക്കും അല്ലെങ്കിൽ നമ്മളുടെ വെളിയിലേക്കും പോകുന്നില്ല. അങ്ങനത്തെ ഒരു അറേഞ്ച്മെൻറ്റ് നമ്മളിവിടെ അഡിയബാറ്റിക്കിൽ നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകണം. ശ്രദ്ധിക്കണം. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യുക? കൺസിഡർ എ സിലിണ്ടർ. നമ്മളിവിടെ ഒരു സിലിണ്ടർ കൺസിഡർ ചെയ്തു. ഓക്കെ, ഇതാണ് നമ്മുടെ സിലിണ്ടർ. ദിസ് ഈസ് എ പിസ്റ്റൺ, മൂവബിൾ പിസ്റ്റൺ ആണ്. ഇതിനകത്ത് നമ്മൾ ഗ്യാസ് നിറച്ചു വെച്ചിരിക്കുന്നതായിട്ട് കാണിക്കുന്നു. ഞാൻ പറഞ്ഞു, ഈ വോൾ എപ്പോഴും എന്താണ്? ഒരു ഹീറ്റിനെയും സിസ്റ്റത്തിൻ്റെ, ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്നത്, ഈ ഗ്യാസാണ് നമ്മുടെ സിസ്റ്റം. ഈ സിസ്റ്റത്തിൽ നിന്ന് ഒരിക്കലും ഹീറ്റ് പുറത്തേക്ക് പോകില്ല. കാരണം ഇത് അഡിയബാറ്റിക് ബോളാണ്. അഡിയബാറ്റിക് ബോൾ, നോ ഹീറ്റ് എൻറ്റേഴ്സ് ഓർ ലീവ്സ് ദി സിസ്റ്റം. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ടതുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ ഞാൻ പറഞ്ഞു ഈ സിലിണ്ടറിൽ ഗ്യാസ് ഫില്ല് ചെയ്തിരിക്കുന്നു. ഇതാണ് നമ്മുടെ പിസ്റ്റൺ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പിസ്റ്റണിനെ ഞാൻ മുകളിൽ നിന്ന് ഒരു എക്സ്റ്റേണലി ഇതിനെ താഴത്തേക്ക് അമർത്തുകയാണ്. അപ്പം ഞാൻ ഈ പിസ്റ്റണെ താഴത്തേക്ക് അമർത്തിയപ്പോൾ ഞാനൊരു വർക്ക് ഈ സിസ്റ്റത്തിലേക്ക് ചെയ്യുകയാണ് ചെയ്തത്. സോ
വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റമാണ് ഞാൻ ചെയ്തത്. അപ്പം നമ്മളറിയാം, നമ്മൾ ഈ ചെയ്ത വർക്ക് മൂലം, ഈ കൊടുത്ത വർക്ക് മൂലം ഈ വർക്ക് ഒരു എനർജി ആയിട്ട് നമ്മുടെ ഇതിനകത്തുള്ള ഗ്യാസ് മോളിക്യൂൾസിന് കിട്ടും. പക്ഷെ ഒരു എനർജിയും ഇതിൽ നിന്ന് പുറത്തേക്ക് പോകുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ പിസ്റ്റനെ ഇതിൻ്റെ താഴത്തേക്ക് ഇങ്ങനെ അമർത്തിയപ്പോൾ ഞാൻ ചെയ്ത വർക്ക് ഇതിലെ ഗ്യാസ് മോളിക്യൂൾസിൻ്റെ ഇൻറ്റേർണൽ എനർജി ആയിട്ട് ഇൻക്രീസ് ചെയ്യുക. കാരണം നമ്മൾ പറഞ്ഞു ΔW = ഇൻറ്റേർണൽ എനർജി ആവത്തുള്ള അഡിയബാറ്റിക്കിൽ. ഇപ്പം ഞാൻ പറയുന്ന ഇതാണ്, എനിക്ക് രണ്ട് രീതിയിൽ വർക്ക് ചെയ്യാം അഡിയബാറ്റിക് സിസ്റ്റത്തിലേക്ക്. ഒന്ന്, വർക്ക് ഡൺ ബൈ ദി എക്സ്റ്റേണൽ ഏജന്റ് ടു ദ സിസ്റ്റം, ദാറ്റ് ഈസ് വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം. സിസ്റ്റത്തിലേക്ക് ഒരു വർക്ക് ചെയ്തു. ഞാൻ ഈ ഒരു പിസ്റ്റനെ ഈ സിസ്റ്റത്തിലെ ഗ്യാസ് മോളിക്യൂൾസിനെ അമർത്തുന്നതിന് വേണ്ടി, ദാറ്റ് ഈസ് കോൾഡ് ദി അഡിയബാറ്റിക് കംപ്രഷൻ. ഞാനിങ്ങനെ അഡിയബാറ്റിക്കലി അതിന് ആ പിസ്റ്റനെ താഴത്തേക്ക് ഇങ്ങനെ അമർത്തി. അപ്പം ഞാൻ ചെയ്ത ഈ വർക്ക് ഈ സിസ്റ്റത്തിലെ പാർട്ടിക്കിൾസിനെ കിട്ടി. ആ പാർട്ടിക്കിൾസിൻ്റെ എനർജി ഇൻക്രീസ് ചെയ്തു. പക്ഷെ പുറത്തേക്കൊന്നും പോകാത്തതുകൊണ്ട് അതിലെ പാർട്ടിക്കിൾസിൻ്റെ എനർജി ഇൻക്രീസ് ചെയ്തു. ആ ഇൻക്രീസ് ചെയ്ത എനർജി എന്തായിട്ട് മാറ്റപ്പെട്ടു? അതിനെ ഇൻറ്റേർണൽ എനർജി ആയിട്ട് കിട്ടി. ആ ഇൻറ്റേർണൽ എനർജി ഓഫ് ദ പാർട്ടിക്കിൾസ് ഇൻക്രീസ് ചെയ്തു. ഇൻറ്റേർണൽ എനർജി ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ചെയ്ത വർക്ക് മൂലം ഇതിനകത്തുള്ള പാർട്ടിക്കിൾസിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തു. ദിസ് ഈസ് കോൾഡ് ദി അഡിയബാറ്റിക് കംപ്രഷൻ. നമ്മൾ രണ്ട് രീതിയിലാണ് പറയുന്നത്. അഡിയബാറ്റിക് കംപ്രഷൻ. ഓക്കെ. അപ്പോൾ അഡിയബാറ്റിക് കംപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പിസ്റ്റന്റെ മുകളിൽ ഇങ്ങനെ താഴ്ത്തി. അഡിയബാറ്റിക് കംപ്രഷൻ മൂലം ഞാൻ ചെയ്ത വർക്ക് ഈ സിസ്റ്റത്തിലെ പാർട്ടിക്കിൾസിന്റെ ഇന്റേണൽ എനർജി ഇൻക്രീസ് ചെയ്തു. ദാറ്റ് ഈസ് ഇന്റേണൽ എനർജി പോസിറ്റീവായി. അപ്പം നമ്മളിവിടെ ചെയ്തപ്പോൾ ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് പോസിറ്റീവാണ് അഡിയബാറ്റിക് കംപ്രഷനിൽ. അവിടുത്തെ വർക്ക് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് നെഗറ്റീവാണ്. കാരണം നമ്മൾ വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റമാണ് ചെയ്തത്. വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം എപ്പോഴും വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ആയിരിക്കും ഏതിലെ അഡിയബാറ്റിക് കംപ്രഷൻ വരുമ്പോൾ. സോ ടെമ്പറേച്ചർ ഇൻക്രീസസ് ഡ്യൂറിങ് adiabatic compression. Temperature increases during adiabatic compression. ഓക്കെ. ഇനി രണ്ടാമത്തെ കേസ് അഡിയബാറ്റിക് എക്സ്പാൻഷൻ എന്താണെന്ന് പറയുക. അപ്പം ഞാനിതിനെ ഈ പിസ്റ്റൺ എങ്ങനെ അതിനെ വേണമെങ്കിൽ മുകളിലേക്ക് മാറ്റാൻ ഒന്നും ചെയ്തിട്ടില്ല. ഞാനിതിങ്ങനെ അടച്ച് ഒരു രീതിയിൽ വെച്ചു. ഓക്കെ. പിസ്റ്റൺ ഉണ്ട്, ഇതിനകത്തൊരു സ്പേസ് ഉണ്ട്, ഇതിനകത്ത് ഗ്യാസ് ഉണ്ട്. ഓക്കെ. ഈ ഗ്യാസ് മോളിക്യൂൾസ് എക്സ്പാൻഡ് ചെയ്ത് ഈ ഗ്യാസ് മോളിക്യൂൾസ് ഇതിലെ പിസ്റ്റനെ മുകളിലേക്ക് പതുക്കെ ഇങ്ങനെ ഉയർത്തും. ഇങ്ങനെ പതുക്കെയല്ല, സഡൻ പ്രോസസ് ആണ് ആക്ച്വലി. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് ഇങ്ങനെ ഈ പിസ്റ്റനെ ഇതിലെ ഗ്യാസ് മോളിക്യൂൾസ് എനർജി കൊടുത്തിട്ട് മുകളിലേക്ക് പൊക്കി. അപ്പം ഞാൻ പറഞ്ഞു പുറത്തുനിന്നൊരു ഹീറ്റ് ഇതിനകത്തേക്ക് കയറുന്നില്ല. അപ്പോൾ ഈ ഗ്യാസ് മോളിക്യൂൾസ് അതിന് ഉണ്ടായിരുന്ന ഇന്റേണൽ എനർജി ഉപയോഗിച്ച് ഈ പിസ്റ്റണിൽ ഒരു വർക്ക് ചെയ്ത് മുകളിലേക്ക് ഉയർത്തി. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ വർക്ക് മൂലം നമ്മുടെ ഈ ഗ്യാസ് മോളിക്യൂൾസിൻ്റെ ഇന്റേണൽ എനർജി കുറയും. സോ നമ്മൾ ആ ചെയ്ത വർക്കിനെ വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം എന്നാണ് പറയുക. സിസ്റ്റം ഒരു വർക്ക് ചെയ്തുകൊണ്ട് ഈ സിസ്റ്റത്തിലെ ഗ്യാസ് മോളിക്യൂൾസിൻ്റെ ഇന്റേണൽ എനർജി ഉപയോഗിച്ച് ഈ പിസ്റ്റനെ മുകളിലേക്ക് ഇങ്ങനെ ഉയർത്തി. അപ്പോൾ അവിടെ പ്രഷർ വോളിയം എല്ലാം വ്യത്യാസപ്പെട്ടു. ആ പ്രോസസ്സിനെ നമ്മൾ അഡിയബാറ്റിക് എക്സ്പാൻഷൻ എന്നാണ് പറയുക. അഡിയബാറ്റിക് എക്സ്പാൻഷൻ. അപ്പോൾ അഡിയബാറ്റിക് എക്സ്പാൻഷൻ്റെ കേസിൽ നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റും ΔU നെഗറ്റീവ് ആയിരിക്കും. കാരണം സിസ്റ്റമാണ് എന്ത് ചെയ്തത്? ഈ സിസ്റ്റം ഈ വർക്ക് ചെയ്തു. വർക്ക് ഡൺ ബൈ ദ സിസ്റ്റമാണ്. അപ്പോൾ സിസ്റ്റം ചെയ്ത വർക്ക് മൂലം ഈ സിസ്റ്റം മുകളിലേക്ക് ഉയർന്നു. അപ്പോൾ ഈ ഇതിനകത്തുള്ള ഗ്യാസ് മോളിക്യൂൾസിൻ്റെ ഇന്റേണൽ എനർജിയാണ് വർക്ക് ചെയ്തത്. അപ്പോൾ ഇന്റേണൽ എനർജി കുറഞ്ഞു. അപ്പോൾ അതിനർത്ഥം ഇതിനകത്തുള്ള ടെമ്പറേച്ചർ കുറഞ്ഞു, കൂളായെന്നർത്ഥം.
ഓക്കെ, അപ്പോൾ ഇന്റേണൽ എനർജി ഡിക്രീസ് ചെയ്യുന്ന ഈ കേസിൽ അപ്പോൾ ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ആണ്. അപ്പോൾ അവിടുത്തെ വർക്ക് എന്ന് പറയുന്നത് ഡെൽറ്റ ഡബ്ല്യു ഈസ് ഈക്വൽ ടു പോസിറ്റീവ് വർക്ക് ആയിരിക്കും. കാരണം ഡ്യൂറിങ് അഡിയബാറ്റിക് എക്സ്പാൻഷൻ വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ആണ് വരിക. വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം, വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം. ഓക്കെ, സോ അവിടെ ടെമ്പറേച്ചർ ഡിക്രീസസ് അല്ലെങ്കിൽ കൂൾ ചെയ്യപ്പെടുകയാണ് ചെയ്യുക. ഓക്കെ, ഞാൻ രണ്ട് കാര്യം പറഞ്ഞതുകൊണ്ട് എന്താണ് അഡിയബാറ്റിക് എക്സ്പാൻഷൻ, എന്താണ് അഡിയബാറ്റിക് കംപ്രഷൻ. അഡിയബാറ്റിക് എക്സ്പാൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ഈ സിലിണ്ടറും ഈ പിസ്റ്റണും. അഡിയബാറ്റിക് എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ അഡിയബാറ്റിക് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ തന്നെ സിസ്റ്റത്തിൽ നിന്നും സറൗണ്ടിങ്ങിൽ നിന്നും ഒരു ഹീറ്റും അകത്തേക്കും പോകുന്നില്ല. പിന്നെ ഇതിനകത്തുള്ള മോളിക്യൂൾസിൻ്റെ എനർജി മാത്രമേ ഉള്ളൂ, അതായത് ഇൻറ്റേർണൽ എനർജി മാത്രമേ ഉള്ളൂ. ആ ഇൻറ്റേർണൽ എനർജി ആണ് സിസ്റ്റം വർക്ക് ചെയ്താൽ ആ പിസ്റ്റണിനെ മുകളിലേക്ക് ഉയർത്തുന്നത് ഈ പാർട്ടിക്കിൾസിൻ്റെ ഇൻറ്റേർണൽ എനർജിയാണ്. അപ്പോൾ ഈ സിസ്റ്റം വർക്ക് ചെയ്യുമ്പോൾ സിസ്റ്റം ബൈ ദ വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ആണെങ്കിൽ ഈ ഇതിനകത്തുള്ള ഗ്യാസ് മോളിക്യൂൾസ് അതിൻ്റെ ഇൻറ്റേർണൽ ഒരു പോർഷൻ എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് പൊക്കുമ്പോൾ വർക്ക് ഡൺ ആ സിസ്റ്റത്തിൻ്റെ ഇൻറ്റേർണൽ എനർജി ഡിക്രീസ് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഡ്യൂറിങ് അഡിയബാറ്റിക് എക്സ്പാൻഷൻ ഡെൽറ്റ യു നെഗറ്റീവ് ആവും, ഡെൽറ്റ ഡബ്ല്യു പോസിറ്റീവ് ആവും, വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ആയിരിക്കും. ആ സമയത്ത് ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യും. അങ്ങനെ ഈ അഡിയബാറ്റിക് എക്സ്പാൻഷൻ എക്സാമ്പിളാണ് ഞാൻ നേരത്തെ പറഞ്ഞ സഡൻ ബേസ്റ്റിംഗ്. അതായത് ഒരു ടയർ ഇങ്ങനെ അല്ലെങ്കിൽ ഒരു ബലൂൺ ഇങ്ങനെ നിറച്ചു വെച്ചിരിക്കുക, അതിനകത്താകെ ഈ ഉള്ള ഗ്യാസ് മോളിക്യൂൾസിൻ്റെ ഇൻറ്റേർണൽ എനർജി മാത്രമേ ഉള്ളൂ. ഈ ഇൻറ്റേർണൽ എനർജി ഉപയോഗിച്ച് പെട്ടെന്ന് സഡൻ ബേസ്റ്റിംഗ് ആണ്. അതായത് സിസ്റ്റത്തിൽ നിന്നും സറൗണ്ടിങ്ങിൽ നിന്നും ഹീറ്റ് എക്സ്ചേഞ്ചിൽ നിന്നും സമയം കിട്ടില്ല. കാരണം ഇവിടെ നമുക്കറിയാം അഡിയബാറ്റിക് പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു സഡൻ പ്രോസസ്സാണ്, ഒരിക്കലും സ്ലോ പ്രോസസ്സ് അല്ല, ഇമ്മീഡിയറ്റ് ബേസ്റ്റിംഗ് ആണ്. അതും ഒരു പോയിന്റാണ്. അഡിയബാറ്റിക് പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു സഡൻ പ്രോസസ്സാണ്, സഡൻ പ്രോസസ്സ്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഒരു ബലൂണ് അതിനകത്ത് ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ട്. ആ ഗ്യാസ് മോളിക്യൂൾസിന് ഉള്ള എനർജി എന്ന് പറയുന്നത് ഇൻറ്റേർണൽ എനർജിയാണ്. ആ ഗ്യാസ് മോളിക്യൂൾസ് ആ ഇൻറ്റേർണൽ എനർജി ഉപയോഗിച്ച് പെട്ടെന്ന് ഇതിനെ വോൾസിനെ പൊട്ടിച്ച് എക്സ്പാൻഡ് ആക്കുന്നു. അപ്പോൾ ആ വർക്ക് ചെയ്തത് ആ ബലൂണിനകത്തുള്ള ഈ ഗ്യാസ് മോളിക്യൂൾസിൻ്റെ ഇൻറ്റേർണൽ എനർജിയാണ്. അപ്പോൾ ആ വർക്ക് മൂലം ഇൻറ്റേർണൽ എനർജി കുറയും, അതിനകത്ത് കൂൾ ചെയ്യപ്പെടും. അതാണ് നമ്മൾ പറഞ്ഞ അഡിയബാറ്റിക് എക്സ്പാൻഷൻ. അതായത് ഇതിനകത്തുള്ള ഗ്യാസ് മോളിക്യൂൾസ് ഈ പിസ്റ്റൺ മുകളിലേക്ക് ഉയർത്തുമ്പോൾ ആ ഗ്യാസ് മോളിക്യൂൾസിൻ്റെ ഇൻറ്റേർണൽ എനർജിയാണ് ഈ പിസ്റ്റൺ വർക്ക് കൊടുക്കുക. അതുകൊണ്ട് ഈ ഇൻറ്റേർണൽ എനർജി കുറയും. അവിടെ ഇൻറ്റേർണൽ എനർജി കുറഞ്ഞാൽ ടെമ്പറേച്ചർ ഫോൾ ചെയ്യും. വർക്ക് ഡൺ ബൈ ദ സിസ്റ്റമാണ്, അന്നേരം കൂൾ ചെയ്യപ്പെടും. ദിസ് ഈസ് കോൾഡ് അഡിയബാറ്റിക് എക്സ്പാൻഷൻ. ഇനി അഡിയബാറ്റിക് കംപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുനിന്ന് ഒരു എനർജി, ഒരു വർക്ക് കൊടുക്കുകയാണ് ഈ സിസ്റ്റത്തിലേക്ക്. അപ്പം ഞാനൊരു പിസ്റ്റൺ മുകളിൽ താഴത്തേക്ക് പിടിച്ച് അമർത്തുമ്പോൾ ഇതിനകത്തുള്ള ഗ്യാസ് മോളിക്യൂൾസിന് കൂടുതൽ വർക്കിൻ്റെ ഫോമിലൊരു എനർജി കിട്ടും. ആ എനർജി വേറെ ഒന്നുമില്ല, അതിൻ്റെ എനർജി ആയിട്ട് മാറ്റപ്പെടും. അപ്പോൾ നമ്മൾ കൊടുത്ത വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ഡെൽറ്റ ഡബ്ല്യു എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. അതുമൂലം അവിടുത്തെ ഡെൽറ്റ യു കൂടും. ദാറ്റ് ഈസ് ഡെൽറ്റ യു പോസിറ്റീവ് ആവും. വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റത്തിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ഇങ്ങനെയാണ് സാധാരണ നമ്മൾ രണ്ട് അഡിയബാറ്റിക് എക്സ്പാൻഷനും അഡിയബാറ്റിക് കംപ്രഷനും എക്സ്പ്ലെയിൻ ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ ഇതിനകത്ത് പറയുന്ന അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് എന്താണ് ഇക്വേഷൻ ഓഫ് അഡിയബാറ്റിക് പ്രോസസ്സ്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു ഒന്ന് ഡെൽറ്റ യു മൈനസ് ഡെൽറ്റ ഡബ്ല്യു ആയിരിക്കും എന്ന് പറഞ്ഞു. ഡെൽറ്റ ഡബ്ല്യു മൈനസ് ഡെൽറ്റ യു രണ്ട് കേസും വരും. ഡെൽറ്റ യു പോസിറ്റീവ് വരുന്ന കേസും വരും, ഡെൽറ്റ യു നെഗറ്റീവ് വരുന്ന കേസും വരും. അഡിയബാറ്റിക് എക്സ്പാൻഷൻ, അഡിയബാറ്റിക് കംപ്രഷൻ. So next one is, what is the equation for the adiabatic expansion? Adiabatic process inde allengi adiabatic process inde oru equation endaanu parayum. Okay, equation idana, equation for adiabatic process. Equation for adiabatic process. Equation for adiabatic process. നമ്മൾ നേരത്തെ പറഞ്ഞതിന് വ്യത്യസ്തമായിട്ട് ഐസോതെർമൽ പി വി ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്നാണ് പറഞ്ഞെങ്കിൽ ഇവിടെ പി വി റേസ് ടു ഗാമ ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് എന്നാണ് ഇക്വേഷൻ.
ഇതിൽ ഗാമ എന്ന് പറയുന്നത് CP/CV ആണ്. CP മീൻസ് അല്ലേ നമ്മുടെ സ്പെസിഫിക് ഹീറ്റഡ് കോൺസ്റ്റന്റ് പ്രഷർ ബൈ സ്പെസിഫിക് കോൺസ്റ്റന്റ് വോളിയം, CP/CV. ഇതാണ് ഗാമ എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ ദി അഡിയബാറ്റിക്. എന്താണ്? PV റൈസ് ടു ഗാമ ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ഇനി രണ്ട് ഇക്വേഷനും കൂടി ഉണ്ട്. കാരണം നമ്മൾ P1 V1 ഒക്കെ കൊടുത്ത് അതേപോലെ തന്നെ നമ്മൾ ഈ Pനെയും Vനെയും PV is equal to nRT എന്ന് പറയുന്ന ഐഡിയൽ, നമ്മളിവിടെ എല്ലാം ഈ ഒരു സിലിണ്ടർ അതിനകത്ത് ഒരു ഐഡിയൽ ഗ്യാസ് നിറച്ചതായിട്ട് എടുക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെല്ലാം PV is equal to nRT എന്ന് പറയുന്ന ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ അപ്ലൈ ചെയ്ത് മോഡിഫൈ ചെയ്യുമ്പോൾ രണ്ട് ഇക്വേഷനും കൂടി കിട്ടും. വേറൊന്നുമില്ല, TV raised to gamma minus 1 equal to a constant. PTV raised to gamma minus 1 is equal to a constant. മറ്റൊന്ന് P raised to gamma then V raised to 1 minus gamma equal to a constant. ഇങ്ങനെ മൂന്ന് ഇക്വേഷൻ ആണ് അഡിയബാറ്റിക് പ്രോസസ്സിൽ വരിക. എന്തൊക്കെയാണ്? PV raised to gamma is equal to a constant. That means P1 V1 raised to gamma is equal to P2 V2 raised to gamma. അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചിരിക്കുന്നത്. എന്താണ് PV raised to gamma is equal to means P1 V1 raised to gamma is equal to P2 V2 raised to gamma. ഇതാണ് നമ്മൾ പഠിച്ചിരിക്കുന്ന ഇക്വേഷൻ. എന്ത്? PV raised to gamma. അങ്ങനത്തെ ഒരു ഇക്വേഷൻ. രണ്ടാമത്തേത് TV raised to gamma minus 1 equal to a constant. മൂന്നാമത്തേത് P raised to gamma V raised to 1 minus gamma equal to a constant. അതായത് P1 raised to gamma V1 raised to 1 minus gamma is equal to P2 raised to gamma then V2 raised to 1 minus gamma. This is the equation for the adiabatic expansion അല്ലെങ്കിൽ adiabatic compression or adiabatic process. അപ്പോൾ adiabatic processന്റെ ഒരു ഇക്വേഷനാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. PV raised to main equation ഇതാണ്. PV raised to gamma is equal to a constant where gamma is a ratio of specific heats ആണ്. gamma എന്ന് പറയുന്നത് that is CP/CV ആണ് gamma എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മെയിനായിട്ട് നമുക്ക് ഇതിനകത്ത് വരുന്ന അടുത്തൊരു ടേം എന്ന് പറയുന്നത് വർക്ക് ഡൺ ആണ്. അതൊരു ഇമ്പോർട്ടൻ്റ് ഡെറിവേഷൻ ആണ്. വർക്ക് ഡൺ ബൈ ദി അഡിയബാറ്റിക് പ്രോസസ് എന്നുള്ള വർക്ക് ഡൺ ഡ്യൂറിങ് ആൻ അഡിയബാറ്റിക് പ്രോസസ്. വർക്ക് ഡൺ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഡെറിവേഷൻ ഇപ്പോൾ ചോദിക്കുന്നതാണ്. വർക്ക് ഡൺ ഡ്യൂറിങ് അഡിയബാറ്റിക് പ്രോസസ്. എന്താണ് വർക്ക് ഡൺ? ഓക്കെ, നമ്മൾ വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്കറിയാം അഡിയബാറ്റിക് പ്രോസസ്സിൽ എപ്പോഴും പ്രഷർ ചേഞ്ച് ചെയ്യും, വോളിയം ചേഞ്ച് ചെയ്യും, ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യും. ΔQ മാത്രമാണ് ചേഞ്ച് ചെയ്യാത്തത്. കാരണം ഒരു പ്രോസസ്സ് നടക്കണമെങ്കിൽ ഏതെങ്കിലും സ്റ്റേറ്റ് വേരിയബിൾസ് ഒക്കെ ചേഞ്ച് ചെയ്യണം, എന്നാലേ തെർമോഡൈനാമിക് പ്രോസസ്സ് നടന്നു എന്ന് പറയാൻ പറ്റും. ഇവിടെ പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ വിൽ ചേഞ്ച് ഡ്യൂറിങ് ആൻ അഡിയബാറ്റിക് പ്രോസസ്. ΔQ മാത്രമാണ് ചേഞ്ച് ചെയ്യാത്തത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു അഡിയബാറ്റിക് എക്സ്പാൻഷൻ തന്നെ എടുക്കും. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ഇതിനകത്തൊരു സിലിണ്ടർ എടുക്കുന്നു. ഈ സിലിണ്ടറിൽ നമ്മളൊരു ഐഡിയൽ ഗ്യാസ് ഇതിനകത്ത് നിറയ്ക്കുന്നു. നമ്മളിത് ഒരു പിസ്റ്റൺ വെച്ച് അടയ്ക്കുന്നു. ഈ ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുമ്പോഴത്തേക്കും ഈ പിസ്റ്റൺ മുകളിലേക്ക് ഉയരും. അപ്പോൾ പിസ്റ്റൺ മുകളിലേക്ക് ഉയരുമ്പോഴത്തേക്കും പ്രഷർ ആദ്യം P1 ആയിരുന്നെങ്കിൽ അത് പ്രഷർ P2 ആവും, വോളിയം V1 ആയിരുന്നത് V2 ആവും, ടെമ്പറേച്ചർ T1 ആയിരുന്നത് T2 ആവും. അപ്പം ഇങ്ങനെ ഒരു അഡിയബാറ്റിക് എക്സ്പാൻഷൻ നടക്കുമ്പോൾ അവിടെ ചെയ്ത വർക്ക് നമുക്ക് കിട്ടണം. നമ്മൾ നേരത്തെ ചെയ്ത പോലെയൊക്കെ തന്നെ എന്ത് ചെയ്യുന്നു? വർക്ക് ഡൺ ഡ്യൂറിങ് ആൻ അഡിയബാറ്റിക് പ്രോസസ്സ് എടുക്കുകയാണ് നമ്മൾ. അതിനുവേണ്ടി സിലിണ്ടറിനകത്ത് നമ്മൾ നിറക്കുന്നത് ഐഡിയൽ ഗ്യാസ് ആണ്. ഓക്കെ, അപ്പോൾ the work done during an adiabatic change of an ideal gas from the state എങ്ങനെയാണ്? adiabatic change, adiabatic പ്രോസസ്സിൽ ഐഡിയൽ ഗ്യാസിൻ്റെ ചേഞ്ച് പറയുമ്പോൾ P1 V1 T1 എന്നുള്ളത് P2 V2 T2 ആയിട്ട് മാറ്റപ്പെട്ടു. ഇതാണ് നമ്മുടെ ചേഞ്ച്. അപ്പോൾ എന്താണ്? ഫസ്റ്റ് വർക്ക് ഡൺ ഡ്യൂറിങ് an adiabatic change of an ideal gas from the state ആദ്യം ഉണ്ടായിരുന്ന V1 V1 T1 P2 V2 T2. വേറൊന്നുമില്ല, ഇതിനകത്ത് നമ്മൾ എടുത്തിരിക്കുന്ന ഐഡിയൽ ഗ്യാസ് ആണ് ഈ സിലിണ്ടറിനകത്ത് എടുത്തിരിക്കുന്നത്. ആദ്യം ഇതിൻ്റെ പ്രഷർ P1 V1 T1 ആണ്. കുറച്ചു നേരം കഴിഞ്ഞ് ഈ ഗ്യാസ് അതിൻ്റെ ഇൻറ്റേർണൽ ഉപയോഗിച്ച് ഈ പിസ്റ്റണിൽ പതുക്കെ മുകളിലേക്ക് ഉയർത്തി. അപ്പോൾ ഇതിനകത്തുള്ള പ്രഷർ P2
വോളിയം V2 ആൻഡ് ടെമ്പറേച്ചർ T2 ആണ്. ഈ കേസാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾക്കറിയാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഐസോതെർമൽ എക്സ്പാൻഷനിൽ പറഞ്ഞു ആദ്യം വോളിയം V1 to V2 എക്സ്പാൻഡ് ചെയ്യാൻ ആവശ്യമായ വർക്കാണ് നമ്മൾ കണ്ടുപിടിക്കുക. അതിനുവേണ്ടി നമ്മൾ എപ്പോഴും ഒരു സ്മോൾ വർക്ക് ഡൺ എടുക്കും. dW is equal to PdV എന്ന് പറയുന്ന ഒരു സ്മോൾ വർക്ക് ഡൺ ആദ്യം നമ്മൾ എടുക്കും. ഈ സ്മോൾ വർക്ക് ഡൺ എടുക്കുന്ന എന്തിനാണ്? വോളിയം V1 തുടങ്ങി V2 വരെ എക്സ്പാൻഡ് ചെയ്യുന്ന ടോട്ടൽ വർക്ക് ഇത് എല്ലാം കൂടി ആഡ് ചെയ്താൽ കിട്ടും. അപ്പം ആദ്യം നമ്മൾ എന്താ ചെയ്യുക? ദ ടോട്ടൽ വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു dV സ്മോൾ വോളിയം ചേഞ്ച് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വർക്ക് ഡൺ കണ്ടുപിടിക്കും. അപ്പോൾ വാട്ട് ഈസ് dW? dW is a small work done for small change in volume dV. നമുക്കിവിടെ വേണ്ടത് എന്താണ്? വോളിയം V1 തുടങ്ങി V2 വരെ ഈ അഡിയബാറ്റിക് എക്സ്പാൻഷനിൽ എത്ര വർക്കാണ് ആ പ്രോസസ്സിന് വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ചെയ്ത വർക്ക് എത്രയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ ടോട്ടൽ വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത പോലെ ഇൻ്റഗ്രൽ V1 to V2 dW ഇങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞത്. ഈ സ്മോൾ വർക്ക് ഡൺ കിട്ടിക്കഴിഞ്ഞാൽ അതിനെല്ലാം നമുക്ക് dW പ്ലസ് dW പ്ലസ് dW എല്ലാം കൂടി എവിടെ തൊട്ട് എവിടം വരെ V1 തുടങ്ങി V2 വരെ ആഡ് ചെയ്താൽ ടോട്ടൽ വർക്ക് ഡൺ കിട്ടും. അതാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, സോ W is equal to integral V1 to V2 dW. അതിനാണ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. ഇൻ്റഗ്രേഷൻ ഈസ് നത്തിങ് ബട്ട് അഡീഷൻ. അതാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? dW പകരം നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇൻ്റഗ്രൽ V1 to V2 PdV എന്ന് കൊടുക്കുന്നു. അതായത് dW പകരം PdV എന്ന് പറയുന്ന നമ്മൾ ഇക്വേഷൻ കൊടുത്തു. ഇനി നമുക്കറിയാം വാട്ട് ഈസ് ദ ഇക്വേഷൻ ഫോർ ദി അഡിയബാറ്റിക് പ്രോസസ്? PV raised to gamma is equal to a constant. ഈ കോൺസ്റ്റന്റിന് വരെ ഞാൻ K എന്ന് കൊടുത്തു. എന്നിട്ട് Pക്ക് പകരം K by V raised to gamma. എന്താണ്? What is the work done? W is equal to integral V1 to V2 a small work done dW. That equal to integral V1 to V2 PdV. ആ dW വരെ PdV കൊടുത്തു. ഇനി നമ്മൾക്കറിയാം we have എന്താണ്? നമുക്കറിയാം എന്താണ്? Adiabatic equation for the adiabatic expansion എന്താണ്? PV raised to gamma is equal to constant. ആ കോൺസ്റ്റന്റ് K എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ P is equal to what? K by V raised to gamma. ഞാൻ അടുത്ത കേസ് ഈ Pക്ക് പകരം എന്ത് കൊടുക്കുന്നു? ഇന്റഗ്രൽ V1 to V2. ഈ Pക്ക് പകരം ഞാൻ K ഡിവൈഡഡ് ബൈ V raised to gamma എന്ന് കൊടുക്കുന്നു ഇൻറ്റു dV. ഈ dV അങ്ങനെ എഴുതി Pക്ക് പകരം K by V raised to gamma എന്ന് കൊടുത്തു. ഓക്കെ, ദെൻ K നമുക്കറിയാം ഇറ്റ്സ് എ കോൺസ്റ്റന്റ്. സാധാരണ ഇൻ്റഗ്രേഷനിൽ കോൺസ്റ്റന്റ് എപ്പോഴും ഔട്ട്സൈഡ് എടുത്തിട്ട് ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ ഈ K ഔട്ട്സൈഡ് ചെയ്യുന്നു. K ഇൻറ്റു ഇൻ്റഗ്രൽ V1 to V2. ഈ V raised to gamma ആക്ച്വലി ദിസ് ഈസ് 1 by V raised to gamma. ഈ 1 by V raised to gamma ഡിനോമിനേറ്ററിലുള്ള ഈ സാധനം ഞാൻ ന്യൂമറേറ്ററിലേക്ക് മാറ്റിയാൽ V raised to gamma എന്നുള്ളത് V raised to minus gamma ആയിട്ട് മാറ്റപ്പെടും. കാരണം നമുക്കറിയാം 1 by V raised to gamma എന്ന് പറയുന്നതാണ് V raised to minus gamma. അപ്പോഴും എക്സ്പോണൻഷ്യൽ ആണ് 1 by exponential of V of exponential ആണെങ്കിൽ അത് നെഗറ്റീവ്. അത് വേറെ ഒന്നുമില്ല, 1 by V raised to gamma എന്നുള്ളത് എന്തായിട്ട് മാറി? ഈ ഡിനോമിനേറ്ററിൽ കടന്നു സാധനം ന്യൂമറേറ്ററിലേക്ക് വന്നപ്പോൾ ഈ ഗാമ മൈനസ് ഗാമ ആയിട്ട് മാറി. K ഔട്ട്സൈഡ് വിട്ടു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? K ഇൻറ്റു ഇൻ്റഗ്രൽ V1 to V2 V raised to minus gamma ഇൻറ്റു dV. ഇനി നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇൻ്റഗ്രേഷൻ നമ്മൾ പഠിച്ചു തുടങ്ങുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ വീണ്ടും ഒരു ഇക്വേഷൻ ഇവിടെ പറയുകയാണ്. നമ്മൾക്കറിയാം ഇൻ്റഗ്രൽ ഓഫ് x raised to n ഇൻറ്റു dx. x raised to n ഇൻറ്റു dxൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് x raised to n plus 1 by n plus 1 ആണ്. ഇത് നിങ്ങളൊന്ന് ബൈഹാർട്ട് പഠിച്ചു വയ്ക്കണം. എന്താണ്? ഇൻ്റഗ്രൽ ഓഫ് x raised to n into dx equal to x raised to n plus 1 by n plus 1. ഓക്കെ, എക്സിന് പകരം ഇവിടെ v ആണ്, എന്നിന് പകരം ഇവിടെ ഗാമയാണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഇൻ്റഗ്രേഷൻ നടത്തുകയാണ്. ദാറ്റ് ഈസ് K ഇൻറ്റു നമുക്കറിയാം എപ്പോഴും V1 ലോവർ ലിമിറ്റും V2 അപ്പർ ലിമിറ്റാണ്. അത് എപ്പോഴും നമ്മളൊരു സ്ക്വയർ ബ്രാക്കറ്റിൽ ഇട്ടും എന്നിട്ട് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ ആദ്യം എനിക്ക് ഇൻ്റഗ്രൽ ഓഫ് V raised to minus gamma dVയുടെ വാല്യൂ വേണം.
എന്നിട്ട് വേണം സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ട് ഈ v1നെ v2നെ താഴെ മുകളിലോട്ട് എഴുതാം. ഓക്കെ, സോ വാട്ട് ഈസ് x raised to n? dx x raised to n plus 1 by n plus 1. So what is v raised to minus gamma? ഇവിടെ v എന്ന് പറയുന്നത് x ന് പകരവും then minus gamma എന്ന് പറയുന്നത് n ന് പകരമായിട്ട് വിചാരിക്കുക. അപ്പോൾ ഇന്റഗ്രൽ ഓഫ് v raised to minus gamma എന്ന് പറയുന്നത് ഇന്റഗ്രൽ ഓഫ് x raised to n ന് പകരം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? v raised to minus gamma plus 1. കറക്റ്റ് അല്ലേ? v raised to minus gamma plus 1 divided by minus gamma plus 1. ഇതാണ് അതായത് x raised to n. x raised to n plus 1 by n plus 1. x ന് പകരം v യും n ന് പകരം minus gamma യും. x raised to n plus 1 by n plus 1. So v raised to minus gamma plus 1 by minus gamma plus 1. ഇനി ഞാൻ പറഞ്ഞു ഇവിടെ ലോവർ ലിമിറ്റും ഇവിടെ അപ്പർ ലിമിറ്റും അങ്ങനെയല്ലേ നമ്മൾ ഇടാറ് അല്ലേ? അപ്പർ ലിമിറ്റ് എന്നിട്ട് ആദ്യം v കൊടുക്കും മൈനസ് ലോവർ ലിമിറ്റ്, അതാണ് ഇന്റഗ്രേഷൻ കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മളിനി എന്ത് ചെയ്യുന്നു? k raised to അല്ലെ k into v raised to minus gamma plus 1 by minus താഴെ മൈനസ് ഗാമ പ്ലസ് 1. ഇനി അപ്പർ ലിമിറ്റ് v1 മൈനസ് v2, അതങ്ങനെ തന്നെ അവിടെ കൊടുത്തിട്ടു. ഓക്കെ, ഇനിയിപ്പോൾ നമ്മളൊന്ന് മോഡിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതിനൊന്ന് ക്ലിയർ ആക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ആക്കുകയാണ് k into. ഓക്കെ, ഈ k എന്ന് പറയുന്നതിന് ഇവിടുത്തെ ഡിനോമിനേറ്റർ നിങ്ങൾ നോക്കി മൈനസ് ഗാമ പ്ലസ് 1 ആണ്. അത് ആക്ച്വലി 1 മൈനസ് ഗാമ അല്ലേ? മൈനസ് ഗാമക്ക് മൈനസ് ഉണ്ട്. അപ്പൊ ആ 1നെ ഞാൻ ആദ്യം ഇട്ടു. അപ്പോൾ 1 മൈനസ് ഗാമ, 1 മൈനസ് ഗാമ അത് ഞാൻ ഇങ്ങനെ മാറ്റി, പുറത്തേക്ക് മാറ്റി, കെയുടെ കൂടെ പുറത്തേക്ക് മാറ്റി. അപ്പൊ എന്താണ്? മൈനസ് ഗാമ പ്ലസ് 1നെ ഞാൻ 1 മൈനസ് ഗാമ എന്നാക്കിയിട്ട് കെയുടെ കൂടെ പുറത്തേക്ക് മാറ്റി. അപ്പൊ കെ ബൈ 1 മൈനസ് ഗാമ. ഓക്കെ, ഇനി ഇതിനെ വി റേസ് ടു നമുക്കറിയാം മൈനസ് ഗാമ പ്ലസ് 1 എന്നുള്ളതിനെ ഞാൻ എങ്ങനെയാക്കി? 1 മൈനസ് ഗാമ എന്ന് ആക്കി വിതിൻ ദ ലിമിറ്റ് v1 to v2. എന്താ ചെയ്തത് നമുക്കൂടി പറയാം. മൈനസ് ഗാമ പ്ലസ് 1നെ ഞാൻ 1 മൈനസ് ഗാമ എന്നാക്കിയിട്ട് ഈ കെയുടെ കൂടെ പുറത്തേക്ക് ഇട്ടു. ദാറ്റ് ഈസ് കെ ബൈ 1 മൈനസ് ഗാമ. പിന്നെ അപ്പോൾ ഉള്ളത് വി അല്ലേ? വി റേസ് ടു ഈ മൈനസ് ഗാമ പ്ലസ് 1നെ ഞാൻ എന്താക്കി? വി റേസ് ടു 1 മൈനസ് ഗാമ എന്നാക്കി. പിന്നെ അപ്പർ ലിമിറ്റ് v1ഉം ലോവർ ലിമിറ്റ് v1ഉം അപ്പർ ലിമിറ്റ് v2 ആയിട്ട് എഴുതി വെച്ചു. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യും? ദിസ് ഈക്വൽ ടു. ഓക്കെ, ദിസ് ഈക്വൽ ടു ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് വേറെ ഒന്നുമില്ല. ഇതിനെ അപ്പർ ലിമിറ്റ് നമ്മൾ അങ്ങനെയല്ലേ പഠിച്ചത്? അപ്പർ ലിമിറ്റ് ആദ്യം v കൊടുക്കും മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കും. സോ ദിസ് ഈക്വൽ ടു k by 1 minus gamma into ആദ്യം v ക്ക് അപ്പർ ലിമിറ്റ് v2 അല്ലേ? v2 raised to 1 minus gamma. കറക്റ്റ് അല്ലേ? v2 raised to 1 minus gamma മൈനസ് ഇനി ലോവർ ലിമിറ്റ് അല്ലേ? v1 raised to 1 minus gamma. ഓക്കെ, അപ്പോൾ വേറെ ഒന്നും ചെയ്തില്ല. അപ്പർ ലിമിറ്റ് ഞാൻ v ക്ക് കൊടുത്തു മൈനസ് ലോവർ ലിമിറ്റ് ഞാൻ v ക്ക് കൊടുത്തു. അപ്പോൾ v2 raised to 1 minus gamma മൈനസ് v1 raised to 1 minus gamma. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്ന ഒരു കേസ് മാത്രമേ ഉള്ളൂ. ഈ കെ ഇയാൾക്കും കൂടി ഉള്ളതാണ്. ഈ കെനെ ഞാൻ അകത്തേക്ക് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ കെ ഇൻറ്റു v2 വരും, കെ ഇൻറ്റു v1 വരും. ഓക്കെ, അപ്പോൾ ഞാൻ അടുത്ത സ്റ്റെപ്പ് 1 by 1 മൈനസ് ഗാമ കെ അകത്തേക്ക് എടുത്തു. അപ്പോൾ ഇവിടെ 1 അല്ലേ ഉള്ളൂ. കെ ഇൻറ്റു v2 1 മൈനസ് ഗാമ മൈനസ് k into v1 1 minus gamma. അപ്പോൾ ഞാൻ ചെയ്തിട്ടേ ഉള്ളൂ. ഈ കെയിനെ ഇതുകൊണ്ടും മൾട്ടിപ്ലൈ ചെയ്തു, അതായത് അകത്തേക്ക് എടുത്തു. അപ്പോൾ ഇവിടെ 1 by 1 minus gamma ഈ k into v2 1 minus gamma മൈനസ് k into v1 1 minus gamma. ഓക്കെ, ഇത്രയും എഴുതി വെച്ചു. ഇനി നമ്മൾ ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു. pv raised to gamma is equal to a constant എന്നാണ് നമ്മൾ പറഞ്ഞത് ഇക്വേഷൻ ഓഫ് അഡിയബാറ്റിക്. അങ്ങനെയാണെങ്കിൽ p1 v1 raised to gamma is equal to p2 v2 raised to gamma is equal to a constant ആയിരിക്കട്ടെ. അങ്ങനെയല്ലേ പഠിച്ചിരിക്കുക? pv raised to gamma is equal to a constant എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം p1 v1 raised to gamma is equal to p2 v2 raised to gamma is equal to a constant. ആ കോൺസ്റ്റന്റ് ഞാൻ k എന്നിട്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ചെയ്തതിൽ നിന്ന് കെയ്ക്ക് ഒരു വാല്യൂ അങ്ങ് കൊടുക്കാൻ പോവാണ്. എന്തൊക്കെ കൊടുക്കാൻ കെയ്ക്ക് വാല്യൂ?
P2 V2 റേസ് ടു ഗാമ എന്ന് വേണമെങ്കിൽ കേക്ക് കൊടുക്കാം. P1 V1 റേസ് ടു ഗാമ എന്ന് കൊടുക്കാം. കാരണം ഇക്വേഷൻ അനുസരിച്ച് അഡിയബാറ്റിക് ഇക്വേഷൻ അനുസരിച്ച് P1 V1 റേസ് ടു ഗാമ ഈസ് ഈക്വൽ ടു P2 V2 റേസ് ടു ഗാമ ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ഓൾറെഡി നമ്മൾ K എന്ന് എടുത്തു. അപ്പം വേറെ ഒന്നും ചെയ്യുന്നില്ല. ഇവിടെ കേക്ക് വേണമെങ്കിൽ P2 V2 റേസ് ടു ഗാമ എന്ന് കൊടുക്കാം. ഇവിടെ കേക്ക് വേണമെങ്കിൽ P1 V1 റേസ് ടു ഗാമ എന്ന് കൊടുക്കാം. അപ്പം ഞാൻ ആ കെയുടെ വാല്യൂ അവിടെ ഈ ആദ്യത്തെ കെയിലെ നിങ്ങൾ ശ്രദ്ധിക്കുക 1/1 - ഗാമ ഇൻറ്റു ഈ ആദ്യത്തെ കെയിലെ ഞാൻ എന്ത് കൊടുക്കുന്നു? P2 V2 റേസ് ടു ഗാമ എന്ന് പറയുന്ന കെയുടെ വാല്യൂ കൊടുക്കുന്നു. P2 V2 റേസ് ടു ഗാമ. പിന്നെ ഓൾറെഡി ഇവിടെ ഒരു V2 റേസ് ടു 1 - ഗാമ ഉണ്ട്. അത് അങ്ങനെയാണ്. ഇപ്പം ഞാൻ ചെയ്തതാണ് ഈ കെയുടെ വാല്യൂവിനെ ഞാൻ എന്ത് കൊടുത്തു? ഈ P2 V2 റേസ് ടു ഗാമ എന്ന് പറയുന്ന വാല്യൂ കൊടുത്തു. ഓക്കെ, അപ്പോൾ കേക്ക് പകരം P2 V2 റേസ് ടു ഗാമ. പിന്നെ ഈ V2 റേസ് ടു 1 - ഗാമ അങ്ങനെ തന്നെ മൈനസ് ഇവിടെ ഒരു കെ ഉണ്ടല്ലോ. ഈ കേക്ക് പകരം ഈ P1 V1 റേസ് ടു ഗാമ എന്നുള്ള ഇത് കൊടുക്കുന്നു. എന്താണ്? P1 V1 റേസ് ടു ഗാമ ഇൻറ്റു ഈ സാധനം തന്നെ V1 1 - ഗാമ. അതായത് കേക്ക് പകരം P1 V1 റേസ് ടു ഗാമ, ഈ കേക്ക് പകരം P2 V2 റേസ് ടു ഗാമ. ഇത്രയും മാത്രം ഞാൻ ഇവിടെ കൊടുത്തു. ക്ലിയർ? ദെൻ ഇനി നമ്മൾ ഇതിനൊന്നും സിംപ്ലിഫൈ ചെയ്യാൻ പോവാണ്. ശ്രദ്ധിക്കുന്ന എല്ലാവരും സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ദിസ് ഈക്വൽ ടു 1/1 - ഗാമ ഇൻറ്റു P2 ഇൻറ്റു V2 റേസ് ടു ഗാമ ഇൻറ്റു വാട്ട് ഈസ് V2 റേസ് ടു 1 - ഗാമ? അതൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം V2 റേസ് ടു 1 ഇൻറ്റു V2 റേസ് ടു ഗാമ. ഇതാണ് സാധനം. കാരണം V2 റേസ് ടു 1 ഇൻറ്റു V2 റേസ് ടു ഗാമ, ഇതിനെയാണ് നമ്മൾ P1ഉം സാധാരണ ഈ രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എക്സ്പോണൻഷ്യൽ ആഡ് ചെയ്യുക എന്നാണ് അർത്ഥം. അപ്പോൾ ആക്ച്വലി എനിക്ക് എങ്ങനെ എഴുതാം? V2 റേസ് ടു 1 ഇൻറ്റു V2 റേസ് ടു ഗാമ എന്ന് എഴുതാം. അതേപോലെ ഇവിടെയും P1 V1 റേസ് ടു ഗാമ ഇൻറ്റു ഈ V1 റേസ് ടു 1 - ഗാമനെ V1 റേസ് ടു 1 ഇൻറ്റു V1 റേസ് ടു ഗാമ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കി, ഇവിടെ നോക്കിക്കഴിയുമ്പോൾ അപ്പം ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല, ചെയ്ത് ഇത്രേ ഉള്ളൂ. ഈ V2ന് പകരം V2 റേസ് ടു 1 V2 റേസ് ടു ഗാമ, ഏതിന് പകരം V2 റേസ് ടു 1 - ഗാമക്ക് പകരം ഇവിടെ V1 റേസ് ടു 1 - ഗാമക്ക് പകരം V1 റേസ് ടു 1 V1 റേസ് ടു ഗാമ എന്ന് എഴുതി. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കി, ഇവിടെ ഒരെണ്ണം V2 റേസ് ടു ഗാമയും ഇവിടെ ഒരെണ്ണം V2 റേസ് ടു ഗാമയും. ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ V2 റേസ് ടു 0 ആയി പോവുകയും അത് 1 ആയി പോവുകയും ചെയ്യും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ഈ സാധനത്തിന് പകരം, അതായത് V2 റേസ് ടു ഗാമ V2 റേസ് ടു ഗാമ എന്ന് പറയുന്നത് 1 ആണ്. അതേപോലെ ഇവിടെ V1 റേസ് ടു ഗാമ V1 റേസ് ടു ഗാമ ഇതും 1 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ടേം 1 ആയി കഴിഞ്ഞാൽ ബാക്കി ഇപ്പോൾ നമുക്ക് എന്താണ്ടാവുക? ഇതിൻ്റെ അകത്ത് ബാക്കി എന്താ പറയുക? That's equal to 1/1 - ഗാമ ഇൻറ്റു ഈ P2 V2 മാത്രം. കാരണം V2 റേസ് ടു ഗാമയും V2 റേസ് ടു ഗാമയും പോയി മതി. P2 V2 മൈനസ് ഇവിടെ P1 V1. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് കിട്ടിയിരിക്കുന്നത് എന്താണ്? P2 V2 അല്ലേ? P2 V2 മൈനസ് P1 V1. അപ്പോൾ W is equal to 1/1 - ഗാമ ഇൻറ്റു P2 V2 മൈനസ് P1 V1. ഇത്രയും ക്ലിയർ ആയല്ലോ? ഇനി ഞാനൊന്ന് വായിച്ചിട്ട് കുറച്ചുകൂടി കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നമ്മൾ ചെയ്ത കാര്യങ്ങളൊന്നും കൂടി പറഞ്ഞിട്ട് വായിക്കാം. dW is equal to PdV. അതിന് ഞാൻ ടോട്ടൽ വർക്ക് ഡൺ is equal to integral V1 to V2 dW. V1 to V2 PdV. PdVക്ക് പകരം നമ്മൾ PV raised to gamma is equal to K ആണ്. Pക്ക് പകരം K/V raised to gamma കൊടുത്തു. Then K outside കിട്ടും V raised to minus gamma into dV. K into ഇത് V raised to minus gamma എന്ന് പറഞ്ഞ X raised to N ന്റെ ഇന്റഗ്രൽ ആയിരുന്നു. That is V raised to minus gamma plus 1 by gamma minus gamma plus 1. Then നമ്മൾ അതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി ഈ മൈനസ് ഗാമ പ്ലസ് 1നെ ഞാൻ പുറത്തേക്ക് ഇട്ടു. എങ്ങനെയാക്കിയിട്ടുണ്ട്? 1 മൈനസ് ഗാമ ആക്കിയിട്ടുണ്ട്. വി റേസ് ടു മൈനസ് ഗാമ പ്ലസ് 1നെ 1 മൈനസ് ഗാമ എന്നും ആക്കി. ദെൻ ഇതിനെ നമ്മൾ അപ്പർ ലിമിറ്റ് V2നും ലോവർ ലിമിറ്റും കൊടുത്ത്
ആ കെ ഇൻസേർട്ട് ചെയ്ത് ആ കെക്ക് പകരം P1 V1 റേസ് ടു ഗാമൻ P2 V2 റേസ് ടു ഗാമൻ ഒരെണ്ണം ഇവിടെയും ഒരെണ്ണം ഇവിടെയായിട്ട് കൊടുത്തു സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് കിട്ടി. ഇവിടെ വരെയുള്ള ഇക്വേഷൻ കിട്ടി. ആ ഇക്വേഷൻ മാത്രം എടുത്തിട്ട് ഞാൻ അടുത്തൊന്ന് വർക്കൗട്ട് ചെയ്യാണ്. അതായത് നമുക്ക് ഫൈനലി കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ W is equal to 1 by 1 minus gamma into P2 V2 minus P1 V1. ഓക്കെ, ഇത്ര മാത്രം എടുക്കുന്നു. ബാക്കിയെല്ലാം അവിടെ നിർത്തി ബാക്കി മൈനസ് ചെയ്യാം. ഓക്കെ, ഇത്രയും കാര്യം കിട്ടി. ഇനി നമുക്കറിയാം നമ്മളിവിടെ ഒരു ഇക്വേഷൻ കൂടി കണ്ടിന്യൂ ചെയ്യുന്നത്. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷനാണ് നമ്മൾ ഉപയോഗിക്കുക. അതുകൊണ്ട് തന്നെ നമുക്കറിയാം P1 V1 ഈസ് ഈക്വൽ ടു nRT1 ആയിരിക്കും. ഉറപ്പല്ലേ? P1 V1 പകരം അല്ലേ nRT1 ഐഡിയൽ ഗ്യാസ് ഇക്വേഷനിൽ. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ആൻഡ് P2 V2 ഈസ് ഈക്വൽ ടു nRT2. വേറൊന്നും ചെയ്തില്ല. ഈ P2 V2 പകരം ഞാൻ nRT2 കൊടുക്കുന്നു, P1 V1 പകരം nRT1 കൊടുക്കുന്നു. അപ്പോൾ ഈ വർക്കിൻ്റെ ഇക്വേഷൻ എന്തായിട്ട് മാറും 1 by 1 minus gamma into P2 V2 പകരം nRT2 minus P1 V1 പകരം nRT1. ഓക്കെ, ദെൻ nR എന്ന് പറയുന്നത് ഔട്ട്സൈഡ് എടുത്തു, രണ്ടിലും കോമൺ ആയിട്ടുള്ളതുകൊണ്ട് ദാറ്റ് ഈസ് nR by 1 minus gamma into T2 minus T1. Okay, so the work done is equal to nR by 1 minus gamma into T2 minus T1. ഒരു കേസും കൂടി നമ്മൾ ചെയ്യും. ഞാൻ ഇതിനെ ഈ ഒരു ടേമിൽ നിന്ന് ദിസ് ഈസ് nR by ഗാമ മൈനസ് 1 എന്നാണ്. ഇവിടെ നിന്ന് ഒരു മൈനസ് ഔട്ട്സൈഡ് എടുത്തുണ്ട്. ആക്ച്വലി ഇത് എന്താണ് ഈ 1 മൈനസ് ഗാമ എന്നുള്ളത് ഒരു മൈനസ് അതിന് ഔട്ട്സൈഡ് എടുത്തു കഴിഞ്ഞാൽ ഗാമ മൈനസ് 1 ആണ്. ഈ മൈനസ് ഇതിനകത്തേക്ക് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും T1 മൈനസ് T2. അപ്പോൾ ഇവിടെ ഓൾറെഡി ഒരു മൈനസ് വന്നു. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുക എന്തൊക്കെ ചെയ്തത് nR by 1 മൈനസ് ഗാമ. ഈ 1 മൈനസ് ഗാമ ഞാൻ എന്താക്കി ഒരു മൈനസ് ഔട്ട്സൈഡ് എടുത്തിട്ട് ഗാമ മൈനസ് 1 എന്നാക്കി. T2 മൈനസ് T1 എന്താക്കി ഒരു മൈനസ് ഔട്ട്സൈഡ് എടുത്തിട്ട് T1 മൈനസ് T2 എന്നാക്കി. ഈ മൈനസ് സൈനും ഈ മൈനസ് സൈനും കട്ട് ചെയ്ത് പോയി. ബാക്കി ഇപ്പം എന്തെന്ന് W is equal to nR by gamma minus 1 into T1 minus T2 എന്ന് പറയുന്ന work done by the adiabatic expansion അല്ലെങ്കിൽ adiabatic process of equation ആയി W is equal to nR by gamma minus 1 into T1 minus T2. Okay, so this is the final expression. എന്തുകൂടി പറയാം W is equal to 1 by 1 minus gamma P2 V2 minus P1 V1. ഞാൻ ചെയ്തത് P1 V1 is equal to nRT1 ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ അപ്ലൈ ചെയ്തു. P2 V2 is equal to nRT2 ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ അപ്ലൈ ചെയ്തു. P2 V2 പകരം nRT2 കൊടുത്തു, P1 V1 പകരം nRT1 കൊടുത്തു. nR കോൺസ്റ്റന്റ് കോമൺ ആണ്, പുറത്തേക്ക് എടുത്തു, ബാക്കി T2 മൈനസ് T1. അടുത്ത കേസിൽ ഈ ഡിനോമിനേറ്ററിൽ 1 മൈനസ് ഗാമയിൽ നിന്നൊരു മൈനസ് ഔട്ട്സൈഡ് എടുത്തു. അപ്പോൾ ഇത് ഗാമ മൈനസ് 1 ആയി. T2 മൈനസ് T1 നിന്നൊരു മൈനസ് ഔട്ട്സൈഡ് എടുത്തു. അപ്പോൾ ഇത് T1 മൈനസ് T2 ആയി. ഈ മൈനസും മൈനസും കൂടി കട്ട് ചെയ്ത് പോയി ഇക്വേഷൻ W is equal to nR by gamma minus 1 into T1 minus T2. ഇത്രയുമാണ് വർക്ക് ഡൺ ബൈ അഡിയബാറ്റിക് പ്രോസസ്സ് എന്ന് പറയുക. ഇത്രയുമായപ്പോൾ നമ്മുടെ 4 പ്രോസസ്സും കഴിഞ്ഞു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അഡിയബാറ്റിക് പ്രോസസ്സ് എന്നുള്ളത്. താങ്ക് യു.